എടി ഞാൻ ഇവിടെ ഇന്നലെ എഴുതി വെച്ചിരുന്ന കുഞ്ഞമ്മയ്ക്ക് ഒരു അരങ്ങാണെന്ന് പറഞ്ഞ സീരിയലിന്റെ സെന്റർ പേജ് എവിടെ? ഇന്നലെ ഉച്ചയ്ക്ക് കാപ്പി തിളപ്പിച്ചത് നിങ്ങളുടെ കുഞ്ഞമ്മയുടെ അരഞ്ഞാണം ഇട്ടിട്ടായിരുന്നു. നീ ഈ അഹങ്കാരം കാണിക്കുന്ന ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. എന്റെ അമ്മയെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നീ ഈ വീട്ടിൽ കിടന്ന് അഹങ്കാരം കാണിക്കുന്നത്. നിങ്ങളുടെ അമ്മ എന്റെ അമ്മായിയമ്മ. അതെ, നിങ്ങൾ സീരിയലിൽ തിരക്കഥ എഴുതുന്ന പോലത്തെ അമ്മായിയമ്മ അല്ല. എന്നെ ഇവിടെ മരുമോളായിട്ടല്ല, മോളായിട്ട് എന്നെ കൈക്കുമ്പിളി കൊണ്ട് നടക്കുവായിരുന്നു. അവരെ പറ്റി എന്തെങ്കിലും ഒരു അനാവശ്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. നീ എവിടെ പോകും? ഞാനും അമ്മയും കൂടി വീട്ടിൽ സുഖമായിട്ട് ജീവിക്കും. അത് ലോജിക്കലി ശരിയാവും. ലോജിക്കലി ശരിയാവും. എന്റെ ബിന്ദുമോളെ, അമ്മയുടെ ഈ പുതിയ ബ്ലൗസ് എങ്ങനെയുണ്ടടി? എന്റെ അമ്മയെ അടിപൊളി ബ്ലൗസ് അമ്മ. ഇതും ഇട്ടോണ്ട് അമ്മ കല്യാണത്തിന് പോയാ കല്യാണ പെണ്ണ് അവിടെ ഓടിപ്പോ. അമ്മേ നാണം വന്നിട്ട് ചിരിച്ചതാ. പിന്നെ മോളെ, ഇതെന്തോ അമ്മയുടെ കയ്യില്? അല്ല സൂചി, ഇതിന്റെ ഒരു ഹുക്ക് പോയി മോളെ, അതൊന്ന് വയ്ക്കണം. എന്റെ ദൈവമേ, അതെങ്ങാനും കൈ കൊണ്ടുകയറി കൈ സെപ്റ്റിക് ആയ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. ഞാൻ ഇത് തൂത്ത് വാരിയിട്ട് അമ്മയ്ക്ക് ഞാൻ തയ്ച്ചു തരാം. കൂടെ മാറ്റി പോയി എടുത്തു പോയി. എന്റെ ദൈവമേ, ഈ പെങ്കൊച്ച് എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കില്ല. ഭയങ്കര സ്നേഹാന്നേ. ചുന്ദരി പെണ്ണിന്റെ കാലൊന്ന് കാണിച്ചേ. എന്നാ കാലം എന്തുവാ? ആണി. അതാണോ ഞാൻ ചോദിച്ചത്? കാലെ വിരളിൽ എന്തോ അടിച്ചു വെച്ചേക്കുന്നേന്ന്. ദൈവമേ, ജനലടിക്കാൻ പറ്റുന്ന പെയിന്റ് നിങ്ങൾ അമ്മയെ കളിയാക്കൊന്നും വേണ്ട. അമ്മയുടെ കാലെ ക്യൂട്ടസ് ഇട്ടപ്പോ അത് ക്യൂട്ടസ്. ഐശ്വര്യ റായുടെ കാലിലിട്ട ഇത്രയും ഭംഗി വരുമോ? ഒന്ന് നോക്കിക്കേ. ഇന്ന് വൈകുന്നേരം നമുക്ക് രണ്ടുപേർക്കും കൂടെ ബ്യൂട്ടി പാർലറിൽ പോണം. അയ്യോ, എന്തിനാ മോളെ ഈ വയസ്സാകാലത്ത് ഇനിയിപ്പോ ബ്യൂട്ടി പാർലറൊന്നും ഞാനില്ല. അമ്മയുടെ മുടി നിവർത്താന്ന്. അത് മുടിയാകാല്ലാണ്ട് കാലം കൂടെ അല്ലാതെ നിർത്താനായിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി അമ്മയുടെ മുടി അങ്ങ് സ്ട്രെയിറ്റ് ചെയ്യിക്കാന്ന്. എടി, അതിന് നീ അമ്മയെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞു കവറിനകത്താക്കി ആ തിരുപ്പം കൊണ്ടുപോയിട്ട് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് വന്നാ പോരെ. അമ്മയുടെ മുടി തിരുപ്പനാണെന്ന് നിങ്ങൾക്കും എനിക്കും അമ്മയ്ക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അമ്മ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അമ്മേ. നമുക്ക് ഇന്ന് പോയിട്ട് ഒരു പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ അങ്ങ് ചെയ്യാം. അയ്യോ, തലയിലൊക്കെ എക്സലേറ്റർ വെച്ചേ വലിയ പാടല്ലേ വെച്ചേ? എസ്കലേറ്റർ അല്ലമ്മേ, സ്ഥിരമായിട്ട് ഒരു മുടി അങ്ങ് വെക്കാവുന്ന. സ്ഥിരം തിരുപ്പൻ അങ്ങനെയൊക്കെ പറയും. ഓക്കെ, എന്റെ മോള് പറഞ്ഞാ എന്തും ചെയ്യും ഞാൻ. കുറെ കാലമായിട്ട് ഞാൻ പറയുന്നില്ല അമ്മയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം എടുത്തു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അവർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലടി. ഞാൻ എടുത്തു കൊടുത്തു. ഇപ്പൊ അമ്മയ്ക്ക് എന്തോരം ഫോളോവേഴ്സ് ആണെന്ന് അറിയാമോ? ഇൻസ്റ്റയിലെ പേരെന്ന് പറഞ്ഞു കൊടുത്തേമ്മേ. രക്ഷാപാർവതി. എങ്ങനെ? രക്ഷാപാർവതി. ദാക്ഷായണി, വീട്ടില് പാറക്കുട്ടി, രക്ഷാപാർവതി. ഒരു രക്ഷയില്ല എന്റെ പൊന്നമ്മ. മനുഷ്യ ഒന്നിങ്ങി വന്നേ. അതെ, നമ്മൾ ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. അമ്മയ്ക്കൊരു തുണ വേണ്ടേ? അമ്മയ്ക്ക് കഴിഞ്ഞ ഓണത്തിനല്ലേ തുണി വാങ്ങിച്ചു കൊടുത്തത്? തുണിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? അമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ? ഒരു കല്യാണം കഴിപ്പിക്കണ്ടേ? ഞാൻ അറിഞ്ഞതിരിക്കട്ടെ, എന്റെ അമ്മയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നീ വീട്ടിൽ നിന്ന് പുറത്താണ്. അറിയല്ലേ? ഒന്നുമില്ലമ്മ. അവളെ വായിന്നൊരു പൊട്ട വാക്ക് അമ്മയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണമെന്ന്. ഞാൻ പറഞ്ഞ തെറ്റാന്ന് അമ്മ അങ്ങ് ക്ഷമിച്ചേരമ്മേ. എന്നടാ അതിനൊരു തെറ്റ്? നല്ല കാര്യമല്ലേ? ആ പിന്നെ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരെ വളച്ചുകൂട്ടി സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചേക്കുവാ. കണ്ണാപ്പി പോപ്സ്. എന്റെ സീരിയലെടുത്ത് ഈ വീടോട് അങ്ങ് മുടിഞ്ഞു പോവല്ലോ ഈശ്വര. എന്തുവാടി ഇങ്ങനെ വിഷമിക്കണേ? പിന്നെ എന്റെ അച്ഛന്റെ അണ്ട. എന്റെ ദൈവമേ, അയ്യോ. അവൾ അച്ഛൻ രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരണ എന്തിനമ്മ? എടാ പ്രാന്ത, അച്ഛൻ രണ്ടെന്നല്ല പറഞ്ഞേ. എന്നാ കൊച്ചിന്റെ അച്ഛന്റെ ആണ്ടാന്ന്. അയ്യോ.